കുട്ടികളെ ആവശ്യമുണ്ടെങ്കിൽ ആ കുട്ടികളെ വിളിച്ചോട്ടാ. നല്ല പണിയുള്ള കുട്ടികളെ. അതെ, പെണ്ണെട്ടി മക്കളൊക്കെ ആയില്ലേ, ഇനി വേണ പോയിട്ട് ഉണ്ടാക്കി വെച്ചോ. അല്ലെങ്കിൽ ഭാര്യ പോയി പപ്പടം മേടിക്കാൻ 50 റുപ്യ വന്നിട്ടുണ്ട്. 5 റുപ്യ മുട്ടായിട്ടാ 3 പീസ്. അരേ ബാപ്പരെ ക്യൂട്ട്നെ. ഹലോ, അപ്പോൾ നമ്മുടെ അവിടുത്തെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ബാക്കിലത്തെ നമ്മുടെ ഷീറ്റ് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചുള്ളൻ ചക്കന്മാർ അവിടെ വന്നിട്ടുണ്ട്. വൈറലാവും. നമ്മുടെ വീഡിയോയിൽ എപ്പോഴും കാണാത്ത ഒരാളാണ് ലതീച്ചി. വീടിന്റെ അപ്പുറത്ത് ജോലിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ പിള്ളേരെ എത്തിയിട്ടുണ്ട്. പിള്ളേർ പ്രൊഫഷണൽ പിള്ളേരാണ് കേട്ടോ. നല്ല അടിപൊളി പണിയൊക്കെ എടുത്ത് സൂപ്പറായി ചെയ്യുന്ന പിള്ളേരാണ്. അപ്പോൾ അവരെത്തിയിട്ടുണ്ട് നമ്മുടെ ബാക്കിൽ സാധനം ഇടാൻ വേണ്ടിയിട്ട്. അതെ, നമ്മുടെ സതുവേട്ടന്റെ വർക്കും കാര്യങ്ങളൊക്കെ അവരാണ് ചെയ്തവരാണ്. അല്ല, ഇവരൊക്കെ എടുത്തവരല്ലേ? ഇട്ടോ. അപ്പോൾ കലാപരിപാടി തുടങ്ങിയിട്ടുണ്ട്. സത്യത്തിൽ ഇന്ന് നമ്മള് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ മഴ ഉണ്ടായിരുന്നു രാവിലെ. അപ്പൊ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. ഇത് നോക്കുമ്പോൾ മഴയൊക്കെ പോയി വെയിലായി. എന്നാ പിന്നെ ഇവരും പോന്നു. പണി അങ്ങോട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഇന്ന് കാലത്ത് ഒരു മഴ ഉണ്ടായിരുന്നു. കാലത്ത് മഴ ഉള്ളതുകൊണ്ട് നടക്കില്ല വിചാരിച്ചാണ്. അവര് മഴ ഏകദേശം സെറ്റായപ്പോൾ പിന്നെ അവര് പറഞ്ഞു നമുക്ക് വരാന്ന് പറഞ്ഞു. അങ്ങനെ നേരെ വന്നിട്ടുണ്ട്. അങ്ങനെ അവിടെ കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. അതെ, ഇതിലാണ് 3 കാല് വരിക. ഇതിൽ കാല് വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് ഫുള്ള് ഇവരേറ്റുള്ള പണികള് കാര്യങ്ങളൊക്കെ ഒരു പെട്ടെന്നുള്ള എന്താ പറയാ ആ ഒരു വർക്ക് ഉണ്ടല്ലോ, അത് ഫുള്ള് നമ്മളിന്ന് വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്താം നമുക്ക്. അതെ, നിങ്ങൾക്ക് അതുപോലെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ചെക്കന്മാരുടെ നമ്പറൊക്കെ പറയട്ടാ. അതെ, നിങ്ങളതിൽ കോൺടാക്ട് ചെയ്താൽ അല്ലേ രാഹുൽ? രാഹുലും പിന്നെ കാണുന്ന പ്രിൻസ്. പ്രിൻസേ ഒരു ഹായ് കൊടുത്തോ. അപ്പൊ വർക്കൊക്കെ എങ്ങനെയാ, സൈറ്റ് വർക്ക് ചെയ്യൂലേ? ഓക്കെ. അപ്പൊ അവര് സൈറ്റ് വർക്കും ഇവിടെ തൃശ്ശൂരാ? കേരളോ? മോനെ പ്രൊഫഷണലാട്ടാ. അപ്പൊ ഓൾ കേരള എവിടെ വർക്ക് ഉണ്ടെങ്കിലും ഇവര് ഡീൽ ചെയ്തെന്ന് പറയുന്നേട്ടാ ഫുള്ളും. അതും എന്താ പറയാ, പെട്ടെന്ന് തന്നെ പരിപാടിയൊക്കെ പെട്ടെന്ന് ഒരു ചട്ടുപിടുന്ന് സെറ്റാക്കി തരുന്ന പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ നമ്പർ ഞാൻ കൊടുക്കാം. നമുക്ക് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇവര് സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് സെറ്റപ്പ് ആക്കി തരും കേട്ടോ. ഇത് പ്രൊമോഷൻ കാര്യമൊന്നുമല്ല, എന്നാലും നമ്മുടെ പിള്ളേരാണ്, അടിപൊളി വർക്കാണ്. ഇവിടെ നമ്മുടെ ഈ ഏരിയയിൽ തന്നെ അത്യാവശ്യം വർക്ക് ഇവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അപ്പോൾ കുറച്ച് വിശേഷങ്ങൾ കാണാം നമുക്ക്. പണിയൊക്കെ കാണാം. പണി കാണാം. ഷീറ്റൊക്കെ ഇടുന്നേ? ഷീറ്റ് അപ്പുറത്തിട്ടു. ഷീറ്റ് അപ്പുറത്തിട്ടുണ്ട്. സൗകര്യം കുറവുള്ള കാരണേ. ഇപ്പോൾ അവിടെ ഉണ്ട് കേട്ടോ. കൈക്കോട്ട് പിടിച്ചിട്ടിപ്പാ പണിയിലാണ്. ഇപ്പൊ പണിയില്ല. അപ്പൊ മഴ ഇല്ലാത്തോണ്ട് കഴിച്ചില്ലായി. മറ്റേ പറഞ്ഞിട്ട് ഷീറ്റ് എടുക്കണ്ട നമുക്ക്? ഫ്രണ്ടിലുള്ള ഷീറ്റ് പട്ടിക. അല്ല, അത് പണി അതിന്റെ സമയമായിട്ടില്ല. നമ്മുടെ ഉമ്മ നമ്മുടെ കൂടെ എത്തിയിരുന്നിട്ടുണ്ട്. അതെ, ആ കുട്ടികളെ പണിക്ക് വരില്ലാന്ന് വിചാരിച്ചു. ഇന്നത്തെ കാലത്ത് മഴ കണ്ടപ്പോഴേ ആ കുട്ടികളെ പണിക്ക് വരില്ലാന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പോൾ കുട്ടികൾ വന്നു. ഇന്ന് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ട് വന്നേ, മഴയും കാര്യമൊക്കെ ആയതുകൊണ്ട്. അപ്പം അതുകൊണ്ട് പിന്നെ ഞാനിപ്പോൾ മസാല ദോശ പോലെ ഉണ്ടാക്കിയിട്ട് മുട്ട വെന്ത് കറി എനിക്ക് നോക്കണം ടൈമറെ. നമ്മുടെ ബിൽഡിങ് തുടങ്ങിയിട്ടാ കഴിഞ്ഞാൽ കണ്ണ് സീനാവും. അപ്പോൾ അതുകൊണ്ട് അതിന് നോക്കുന്നില്ല. ഇപ്പോഴത്തെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ വേണ്ട ഈ കാണുന്ന വാഴയൊക്കെ ഇല്ലേ, വാഴ മുറിച്ചു കിട്ടാ. ഈ ഫുള്ളും ഈ വാഴ മുറിക്കലും കഴിഞ്ഞു. അതേപോലെ തന്നെ ഇന്നലെ നമ്മളൊരു വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ
വാഴ മുറിക്കുന്നതിൻ്റെയും കാര്യമൊക്കെ ആയിട്ട് നമ്മുടെ വാഴക്കൊല ഈ വാഴക്കൊലയും കാര്യമൊക്കെ നമ്മൾ മുറിച്ചില്ലേ ഈ മുറിച്ചതിൻ്റെ അതുപോലെ ഇവിടുത്തെ ഫുള്ളും ക്ലിയർ ആക്കുന്നതിൻ്റെ ഒക്കെ ഒരു വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലേ. പക്ഷെ അത് ഫുള്ളും നമുക്ക് ഡിലീറ്റ് ആയി പോയി, അതുകൊണ്ട് കിട്ടിയില്ല. എന്താ ഒരു വാഴപ്പിണ്ടി കിടക്കുന്നുണ്ട് അവിടെ. ഇതെന്തിനാ ഇത് കഴുകി ഒന്ന് വെളുപ്പിക്കാൻ നോക്കിട്ട് വയറുണ്ട്. വയറ് അതിന് ഡയറക്റ്റ് കൊടുത്തില്ല അല്ലേ? ലോഡ് വരുമ്പോഴേ ലോഡ് വരുമ്പോ അതാ क्या भाई वो 50 पेंट വേണ്ട ഭായി വേണ്ട ഭായി. कितना कितना भाई? പലാസ ലേഡീസിന്റെ 3 पीस 500 3 पीस. अरे बाप रे क्यों इतना? इधर 100 रुपया में मिलते हैं एक एक पीस. समझ गया मेरे को? हाँ वही इधर है ना हमारा पावर्टी पांग मुल्लेश्वरी जगह ना 100 रुपये मिलते हैं. आप लोग क्यों इतना महंगा में सेल कर रहे हैं? कहाँ सर आप? नहीं नहीं त्रिशूर नहीं, आप कहाँ से? यूपी. ओके ओके. उत्तर प्रदेश. यूपी में गाजियाबाद. किधर? गाजियाबाद बुलंदशहर. अच्छा अच्छा अच्छा. लखनऊ उधर नहीं, लखनऊ से ज़्यादा दूर है. हाँ. ओके ओके ओके. लखनऊ तो बहुत दूर है. बहुत दूर है ना? कम से कम 300 के लगभग. 300 किलोमीटर. ഓ ഓക്കെ ശുക്രിയ. നമ്മുടെ ബായി നമ്മുടെ പലാശ പാൻറ്റൊക്കെ ഇതുപോലെ നല്ല സെയിൽ ചെയ്യാൻ വരികയാണ് യുപിന്ന്. അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ നമ്മൾ ബാക്കിൽ നമ്മുടെ വാഴ ടാർപ്പായും വാഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ ഫുള്ളും നമ്മൾ ഇന്നലെ മുറിക്കുന്നതിൻ്റെയും പിന്നെ വിശേഷങ്ങളും കാര്യമൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എന്താ പറയാ വീഡിയോസ് ഒക്കെ എടുത്ത് സേവ് ഒക്കെ വിട്ടുപോയി. അതിൻ്റെ ഇടയിൽ ഫുള്ളും ഡിലീറ്റ് ആക്കേണ്ട അവസ്ഥ വന്നു, സേവ് ആക്കാത്തതുകൊണ്ടേ അങ്ങനെ. അപ്പോൾ അത് മൊത്തം പോയിട്ടാ പപ്പടം വാങ്ങാനാ. അപ്പൊ നമുക്ക് ഇന്ന് നമുക്ക് വെൽഡിങ് തൊട്ടിട്ട് അവസാനമുള്ള പരിപാടിയെല്ലാം നമുക്ക് വീട്ടിൽ വിശേഷങ്ങളെല്ലാം കാണാം. മഴ ഇല്ലാത്തതുകൊണ്ട് കഴിച്ചില്ലായി. മഴയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെൽഡിങ് അവിടെ സ്റ്റോപ്പ് ആയേനെ. മഴ ഇല്ലാത്തതുകൊണ്ട് കഴിച്ചില്ലായി, കുഴപ്പമില്ല. അപ്പം നമുക്കിന്ന് കലാപരിപാടി ഇന്നലെ നമുക്ക് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ഇന്നലെ മേടിച്ചു കൊടുത്താണ്. ഇത് പിന്നെ ബാക്കിയുള്ള സാമഗ്രികളൊക്കെ. അപ്പോൾ ഇനി ഇത് കഴുകാനാണോ ഇനി? ഇനി ഇത് കഴുകണം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി ഇതിന് പാത്തി ഈ പാത്തിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി സുന്ദര കുട്ടപ്പനാക്കണം. അപ്പൊ അല്ലേ ഇന്നലെ നമ്മൾ എടുത്ത വീഡിയോസ് മൊത്തം പോയില്ല, മൊത്തം പോയി. ഇന്നലെ എടുത്ത നമ്മൾ വാഴ മുറിക്കണത് അവിടെ ശരിയാക്കണൊക്കെ വീഡിയോസ് ഉണ്ടായിരുന്നു. അതെ. പിന്നെ നമ്മുടെ ഇർഫാൻ കുട്ടീൻ്റെ ഈ ബോക്സിങ് പഠിക്കാൻ പോണ ആ ഒരു സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നതിൽ അതൊക്കെ പോയിട്ടാ ഒരു നിമിഷം കൊണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയതാരാ ഓന്തോ നോക്കിയേ ആരടാ അത് നോക്കിയത് ഓന്ത് കളർ സാധനം കണ്ടാ അതിലുണ്ടാവുമ്പോ പൈസ. ഹലോ ഉമ്മ എന്താ പറഞ്ഞേ? പപ്പടാ. ഉമ്മ എന്നെ കൊണ്ട് പപ്പടം മേടിക്കാൻ വന്നിക്കാ. എന്താ എന്നെ കൊണ്ട് പപ്പടം മേടിക്കാൻ ഉമ്മ പപ്പടം മേടിക്കാൻ എന്താ 50 റുപ്യ തന്നിട്ടുണ്ട്. 5 റുപ്യ മുട്ടായിട്ടാ. ഉമ്മ പപ്പടം മേടിക്കുക 5 റുപ്യ മുട്ടായി. 5 റുപ്യ മുട്ടായിട്ടാ. നിനക്ക് മുട്ടായി വേണോ? എനിക്ക് മുട്ടായി. പണ്ടൊക്കെ നമ്മള് ആദ്യമൊക്കെ നമ്മൾ കടയ്ക്ക് പോകുമ്പോൾ 2 റുപ്യ മുട്ടായി അടിക്കും. അതേമാതിരി അവസ്ഥ. കടയ്ക്ക് പോയി കഴിഞ്ഞാൽ അപ്പം മുട്ടായി വേണം. അതേമാതിരി 50 റുപ്യ തന്നിട്ടുണ്ട് പപ്പടം മേടിക്കാൻ. എത്ര രൂപ കിട്ടും പപ്പടമ്മ? ഓക്കെ ഓക്കെ. എന്നാൽ പിന്നെ ഞാൻ എന്നാൽ കടയിൽ പോയിട്ട് പപ്പടം മേടിച്ചു തരാം. ഓക്കെ ബൈ ബൈ. എന്താ നമുക്ക് പറയുള്ളത്? അപ്പോൾ പപ്പടം വാങ്ങിച്ചിട്ട് പോയോ. പിന്നെ കൂട്ടാനത്തിനൊന്നും കിട്ടിയിട്ടില്ല. നിൽക്കാൻ മീനിന് പോയില്ലല്ലോ, ഞായറാഴ്ച മുടക്കണം പറഞ്ഞിട്ട് മീനിന് പോയിട്ടില്ല. അത് കാരണം കൂട്ടാനത്തിന് ഭയങ്കര ഇതാണ്. പിന്നെ ഇറച്ചിയും ചിക്കനൊന്നും എടുത്തില്ല. ഒക്കെ വിരുന്ന് പോയിട്ടും പെരുന്നാൾക്ക് കിട്ടിയതും ഒക്കെ എപ്പോഴാണ് അടുത്തടുത്താണ് തീർന്നത്. അതുകൊണ്ട് ഇറച്ചിക്കൊന്നും കടന്നില്ല. പച്ചക്കറി തന്നെയാണ്. ചെറുപയർ പെരി വെച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ട ഇപ്പോൾ അവർക്ക് മുട്ട കറി വെച്ചിട്ടുണ്ട്. ചായ കൊടുക്കണം. ഇപ്പോൾ ഉച്ചക്കിലേക്കാണ്. പപ്പടം വാങ്ങിയിട്ട് വായോ, പിന്നെ സാമ്പാറോ അങ്ങനെയൊക്കെ. നമ്മളെ പണി കഴിഞ്ഞിട്ടുണ്ട്. മഴ പെയ്യണം. മഴ പെയ്യണം. മഴ പെയ്യാണ്ടിരുന്നാൽ നമുക്ക് വെള്ളം കിട്ടില്ല എല്ലാവർക്കും. ഇപ്പോൾ നമുക്ക് കുഴൽക്കിണറായാലും മഴ പെയ്താൽ തന്നെ ഭൂമിയിൽ വെള്ളം ഉണ്ടാവും. അത് ഈ പണി കഴിഞ്ഞിട്ട് പെയ്തോട്ടെ. പക്ഷെ ഇന്നലെ നല്ല വെയിലായിരുന്നു.
ഇന്നത് കാലത്തെ മഴ കാലത്ത് മഴ കണ്ടപ്പോ നമ്മുടെ ചെക്കന്മാരൊന്നുമില്ല. ഇപ്പൊ നല്ല വെയിലാണ് കേട്ടോ. ഇപ്പൊ ആ കുട്ടികൾ പറഞ്ഞ് അയ്യോ മഴ ചാറുന്നുണ്ടല്ലോ പണി പാളോ എന്നൊക്കെ പറഞ്ഞ് ഇതിപ്പോൾ ഇൻഷാല്ലാ മഴ അല്ല വെയിൽ നല്ലോണം അടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തിരി ഇന്നത്തെ ഒരു ദിവസത്തെ ഉണ്ടാവുള്ളൂ പണി, ചെറിയൊരു ഇതുണ്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മഴ പെയ്തോട്ടെ. മഴ പെയ്യണ്ടെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. മഴ പെയ്യണം, മഴ പെയ്തില്ലെങ്കിൽ നമുക്ക് ആർക്കും വെള്ളം കിട്ടില്ല റബ്ബേ. അതുകൊണ്ട് മഴ പെയ്യട്ടെ നമ്മളെ പണി കഴിഞ്ഞിട്ട്. നമ്മൾ ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ പപ്പടം വാങ്ങിച്ചിട്ട് ഞാൻ പപ്പടം പോയിട്ട് മേടിച്ചോണ്ടിരാം. ഇപ്പൊ കണ്ടില്ലേ ഇതൊക്കെയാണ് ഉമ്മക്ക് ഭയങ്കര ഹാപ്പിയാണ്. ബാക്കിൽ നമ്മളില്ല ഉമ്മക്ക് ആകെ കൂടി ഹാപ്പി ഉള്ള വെച്ചാൽ ഉമ്മക്ക് ആഗ്രഹം എന്താ വെച്ചാൽ വെച്ചാൽ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന മെയിനായിട്ട് ചെയ്യേണ്ട കാര്യത്തിലൊന്നാണ് ബാക്കിലത്തെ മതിൽ കെട്ടല് അല്ലേ അമ്മ? അപ്പൊ അത് അല്ലേ അത് കഴിഞ്ഞു. പിന്നെ ഇടുന്നത് ഉമ്മക്ക് ഷീറ്റാണ്. അപ്പോൾ ആ ഷീറ്റും ഇതാ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മയുടെ ഉമ്മാക്കാണ് കൂടുതൽ അല്ലേ എന്തേ ഉമ്മാക്കാണ് കൂടുതൽ അതിൻ്റെ ഒരു അപ്പോൾ ആ ആഗ്രഹവും എന്തായാലും ഷീറ്റിൻ്റെ പരിപാടിയൊക്കെ ഉഷാറായിട്ട് നടക്കട്ടെ. ഇനി അത് കഴിഞ്ഞിട്ട് വേണം പതുക്കെ നമുക്ക് ഇവിടെ ഷീറ്റ് ഇടാൻ. ഇപ്പോഴല്ല കുറച്ചും കൂടി കഴിഞ്ഞിട്ട് അല്ലേ മുകളിൽ. പിന്നെ അതിന് മുമ്പ് ഇവിടെ മതിൽ കെട്ടണം അല്ലേ അമ്മ? അപ്പോൾ ഒക്കെ ധീരെ ഔജായകം എന്ന് പറഞ്ഞ മാതിരി ഒക്കെ പതുക്കെ ചെയ്യാമെന്ന് അല്ലേ? നമ്മളെ എപ്പോഴും നിന്നിട്ട് കാര്യം അപ്പം അള്ളാഹു നമുക്ക് തരുമ്പോൾ നമ്മൾ ചെയ്യും. അതെ. അപ്പോൾ എന്തായാലും പരിപാടിയൊക്കെ ഉഷാറാവട്ടെ അല്ലേ? എന്തായാലും ഇപ്പോൾ എന്നാൽ പോയിട്ട് സെറ്റായിട്ട് വരാം അല്ലമ്മ? വേറെ ഒന്നുമില്ലല്ലോ? ഞാൻ അടുത്ത കുറച്ച് വിശേഷം കാണാം അല്ലേ? ഓക്കെ ബൈ. ഉമ്മ ചായക്കുള്ള നല്ല അടിപൊളി ദോശ, നൈസ് ദോശയും എന്നിട്ടമ്മ മുട്ടക്കറിയും ദോശയും ഒട്ടക്കുണ്ട്. പ്ലേറ്റ് വേട്ടമ്മ. അപ്പോൾ നല്ല അടിപൊളി മുട്ടക്കറിയും ദോശയും അത് പിള്ളേർക്ക് ചക്കന്മാർക്ക് കൊടുക്കാം. ഒക്കെ പാവം ഫുള്ള് ഇറച്ചി ഇതാക്കുന്നുണ്ട് കേട്ടോ. ഫുള്ള് ഇറച്ചി വൃത്തി കഴിഞ്ഞാൽ സംഭവം വെളുത്ത് സുന്ദര കുട്ടപ്പനാവും. ഇന്ന് പണി തീരില്ല അപ്പം അന്നത്തെ ഒറ്റ കൊണ്ട് തീരായിരിക്കും അല്ലേ? തീരും അല്ലേ? ബെൽഡിങ് അല്ലേ കറണ്ടിന്റെ മഴ ഇല്ലെങ്കിൽ പണി സെറ്റായിട്ട് തീരും. ഒറ്റ ദിവസം പണിയല്ലേ ഉള്ളൂ അല്ലേ? ഒറ്റ ദിവസം പണിയുള്ളൂ. മറ്റ് സംഭവമൊക്കെ പകുതിയൊക്കെ സെറ്റായിട്ട് കണ്ട ഫുള്ളും സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കപ്പോൾ നമ്മൾ കട്ടിയും ഷീറ്റൊക്കെ ഇടും അല്ലേ? പുതുതുണ്ടല്ലേ? അതെ. പണിക്ക് തന്നെയുണ്ട്. പണിയൊക്കെ സെറ്റായില്ല ഏകദേശം. പണികളൊക്കെ ഉണ്ടല്ലേ, പരിപാടികളൊക്കെ കയറി തുടങ്ങി. ഇനി ഇങ്ങനത്തെ കമ്പികളൊക്കെ വെച്ച പരിപാടി ആയ പോലെയായി. അതെ. മെയിനായിട്ട് വെച്ചാൽ നമ്മൾ ഈ കോൺക്രീറ്റിൽ അടിച്ചിരുന്ന ഈ സാധനങ്ങളുണ്ടോ ഇതൊക്കെയാണ് പണി ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് വെച്ചാൽ അടുത്തത് കഴിഞ്ഞിട്ട് ഒരു ഫുഡ് അടിച്ചടങ്ങുകൊണ്ട് നടക്കാം. ഒരു ഫുഡ് അടിച്ചടങ്ങ് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത പരിപാടി എന്തായി? ഫുഡ് അടിച്ചടങ്ങ് ഫുഡൊക്കെ സെറ്റായാ? മുട്ട പൊരിച്ച് എന്നിട്ടമ്മ സോയാ ചമ്മന്തി അരയ്ക്കുന്നുണ്ട്. ഉമ്മാടെ സ്പെഷ്യൽ ചമ്മന്തി. ഓക്കെ. അപ്പോൾ എന്നിട്ടാ ഇതൊക്കെ സ്പെഷ്യൽ ഉണ്ടല്ലോ, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഫുഡ് അടിച്ചടങ്ങിലോട്ട് കിടക്കാം കേട്ടോ. ഓക്കെ. അടുത്ത് അപ്പോൾ ഇനി അവർക്ക് പിള്ളേർക്ക് നമ്മുടെ ഫുഡും കാര്യമെല്ലാം കൊടുക്കട്ടെ. എന്നിട്ട് അടുത്ത പരിപാടി എന്നിട്ട് ഏകദേശം കുറച്ച് വർക്ക് സെറ്റ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ കാണാം. പപ്പടം ഇറക്കട്ടെ അല്ലേ? ശരി ഓക്കെ ബൈ. അപ്പോൾ അങ്ങനെ
ഇൻഷാല്ലാ ഒക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, സാധനം കമ്പിയൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതെന്ന് വെച്ചാൽ ഇവിടെ ഒരു പട്ട കൂടി വെച്ചിട്ട് നേരെ ഷീറ്റ് ഇടുക. പരിപാടി കഴിഞ്ഞു. എന്താ ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് എന്താ പറയുക, നേരം വൈകിട്ടെന്ന് വെച്ചാൽ നേരം വൈകിട്ടല്ലേ ഓൾറെഡി ഇന്ന് മഴയും കാര്യമൊക്കെ കൊണ്ട് നമ്മൾ പണി തുടങ്ങിയതൊക്കെ. അപ്പോൾ പിന്നെ ചായ കുടിക്കാൻ ലേറ്റായി, ഫുഡ് അടിക്കാൻ ലേറ്റായി, അങ്ങനെ വന്നിട്ടാ. അപ്പോൾ പിന്നെ ഓൾമോസ്റ്റ് സെറ്റപ്പ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് സെറ്റായി. ഇനി എന്താ കമ്പി ഇതാ മുറിക്കാൻ വേണ്ടി കമ്പി ഇത് എന്നിട്ട് ജോയിന്റ് അടിച്ചിട്ട് മുറിച്ച് ഇങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഷീറ്റ് ഇടുന്ന പരിപാടിയായി. അവര് പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് പീടിയേക്കൊന്ന് പോയിരിക്കണം. അപ്പോൾ അങ്ങനെയാണ് ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം. ഇല്ലാന്നുണ്ടെങ്കിലേ ഇവിടെ പെയ്യണം, മഴയൊക്കെ ഇതിൽ വന്നിട്ട് ഫുള്ള് ചെളി വെളിയാ. ഒരു 3 ദിവസം മഴയില്ലാത്ത കാരനാണ് ഇങ്ങനെ. അല്ലെങ്കിൽ ഇവിടെ ചെളിയായി വെള്ളം ഇങ്ങനെ പോയി നമ്മൾ ഈ ബാക്കിൽ മതിൽ കെട്ടിയായിരുന്നേ. ഇന്ന് കാലത്ത് ചെറുതായിട്ട് മഴ പെയ്തതിന്റെ ഒരു ചെളി വിളി ഉണ്ടാ. ഇതാണ്. ഇനി നമുക്ക് ഇത് ചെയ്തതിന് ശേഷം ഇൻഷാല്ലാ ഒരു വണ്ടി ബേബി മെറ്റലൊക്കെ അടിച്ചിട്ട് ഇവിടെ മൊത്തം സെറ്റ് ആക്കാം ഇടണം. ഇവിടെ ഉമ്മ കുറെ വാഴ മുരിങ്ങൊക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ എടുത്ത് മാറ്റണം. എന്നിട്ട് ബേബി മെറ്റൽ അടിച്ചിട്ട് അതൊക്കെ ഒന്ന് ഭംഗിയാക്കി എടുക്കണം. അടുത്തതായിട്ട് നമുക്ക് ഉമ്മാനോട് പരിചയപ്പെടാം. എന്തൊക്കെയോ പെറുപിറുക്കുണ്ട്. എന്താ എന്താ പറയുന്നത് മനസ്സിലായില്ല. പിടിച്ചേ എന്താ പറയുന്നത്? എല്ലാം കഴിഞ്ഞു. ഒന്നുമില്ല, ഭക്ഷണം കഴിച്ചിട്ട് അവര് പീടിക്ക് പോയിക്കണ കുട്ടികൾ വന്നിട്ട് ഇനി പണി തുടങ്ങും. ഒന്നുകൊണ്ട് തീരും, കുറച്ചല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ അവർക്ക് ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പോകുകയാണെന്നേ. നേരം വൈകി ചായ കുടിക്കാൻ അവർ, അതുപോലെ ചോറ് കഴിക്കാനും നേരം വൈകി. ആ കുട്ടികൾ ചായ കുടിക്കുന്ന നേരത്തെ വന്ന്. അപ്പോൾ ചായ കുടിക്കുന്ന നേരമല്ല, ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പം ഇന്ന് വരില്ല എന്ന് വിചാരിച്ച് മഴയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇൻഷാല്ലാ കുഴപ്പമൊന്നുമില്ല. പണികളൊക്കെ നടന്ന് ഇനി ഇതാ കമ്പി ഈ കമ്പിയും കൂടി എടുത്ത് വെച്ച് കഴിഞ്ഞ് സീറ്റ് കഴിഞ്ഞാൽ കഴിയുമെന്ന് വിചാരിക്കണം. ഇനിയിപ്പോൾ ആ കുട്ടികൾ പീടിയേക്ക് പോയിക്കാണ് വരട്ടെ. പിന്നെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളൊക്കെ. പിന്നെന്താണ്, നിങ്ങളൊക്കെ ചായ കുടിച്ചാ? ഇന്നലെ എടുത്ത വീഡിയോസ് ഫുള്ളും പോയി. നമ്മൾ വാഴ മുറിക്കുന്ന വീഡിയോസ് ഒക്കെ ഉണ്ടതില്ലേ, അതൊക്കെ ഡിലീറ്റ് ആയി പോയി. എന്ന് വെച്ചാൽ അത് ഫോർമാറ്റ് ആയി പോയി, അത് സേവ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സേവ് ആക്കാത്തതുകൊണ്ട് നമ്മൾ ഇന്നലെ കുറേ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. വാഴ മുറിക്കണം, നമ്മുടെ ഇവിടെ കുറേ വാഴ ഉണ്ടായില്ല, കായക്കൊല തട്ടാ അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കായക്കൊല കെട്ടുന്നൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി, എല്ലാം പോയി. അത് സാരില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ വീഡിയോ കാര്യങ്ങൾ എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യുക വള്ളത്ത് ഫാമിലിക്ക്. അതെ. അപ്പോൾ ഞാൻ ഫോൺ കൈമാറുകയാണ്. അടുത്തത് ഷമീർ. നമ്മൾ മറ്റേ ഈ ഒരു വീഡിയോസ് ഇല്ലേ, മലപ്പുറത്തിൻ്റെ വീഡിയോസ് നമ്മൾ ഇട്ടുണ്ടായിരുന്നില്ലേ, അത് കുഴപ്പമില്ലാത്ത ആൾക്കാരൊക്കെ നല്ല രീതിയിലൊക്കെ വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ പറയാനുള്ള കാര്യം വെച്ചാൽ നമ്മളതിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കുറേ പേർക്ക് സബ്സ്ക്രൈബ് അത് ചെയ്യാൻ അറിയില്ല, വീഡിയോസ് കാണും പക്ഷെ കുറേ അറിയില്ല. നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്യാൻ പറഞ്ഞിട്ട്. ആ ഒരു വീഡിയോസിൽ തന്നെ സത്യം പറയാമല്ലോ നല്ല രീതിയിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഫാമിലീസുകൾ സബ്സ്ക്രൈബ്സിലൊക്കെ അവർ ചെയ്തിട്ടുണ്ട്, നമ്മൾ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷം. അപ്പോൾ മനസ്സിലായി, നമുക്ക് അവർക്ക് അറിയാഞ്ഞിട്ടായിരിക്കും. കാരണം വെച്ചാൽ വീഡിയോ കണ്ടു പോകുക എന്നല്ലാണ്ട് ചിലപ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് അറിയില്ല, അതായിരിക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇതുപോലെ വീണ്ടും ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അടിയിലിരിക്കുന്ന സബ്സ്ക്രൈബ്സും കാര്യമൊക്കെ ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. നമ്മൾ ഇഷ്ടപ്പെടുന്നവർ കേട്ടോ, ഇഷ്ടപ്പെടുന്നവർ മാത്രം ചെയ്താൽ മതി. ഇഷ്ടപ്പെടാത്തവർ ഞാനൊന്നും നിർബന്ധിക്കുന്നില്ല, നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ അല്ലേ, അപ്പോൾ അങ്ങനെ. അപ്പോൾ പിന്നെ പരിപാടികളെല്ലാം ഒന്ന് ഉഷാറാവട്ടെ. അപ്പോൾ നമുക്ക് ഈ ഒരു പൂർണ്ണ പരിപാടിയെല്ലാം ഒന്ന് സെറ്റായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ. ഉമ്മ നല്ല അടിപൊളി വെറൈറ്റി വൈകിട്ട് ചായക്ക് കടി വേണ്ടിയിട്ട് ഉമ്മ നല്ല അടിപൊളി പൊക്കവട ഉണ്ടാക്കുന്നുണ്ട്. പൊക്കവട ഉണ്ടാക്കുന്നുണ്ട് അല്ലേ ഉമ്മ? നമ്മുടെ ചെക്കന്മാർക്ക് വേണ്ടിയിട്ട് പൊക്കവട, അതേപോലെ തന്നെ നല്ല കട്ടൻ ചായ സുലൈമാനല്ല പാൽ ചായ അല്ലേ. അപ്പോൾ ഉമ്മ പൊക്കവട ഉണ്ടാക്കുന്നുണ്ട്. പൊക്കവട അതിന് ചട്നി ഇല്ല അമ്മ? സൂപ്പറാവും അല്ലേ? സൂപ്പറാവും. ഉമ്മയുടെ സ്പെഷ്യൽ പൊക്കവട. നീ ശരിക്കും പക്കവട എന്നാണോ പൊക്കവട എന്നാണോ? പൊക്കവട എന്നാവും അല്ലേ? പൊക്കവട ഗൈസ്, പൊക്കവട. ഉമ്മാക്കൊപ്പം ഷമീർ. സാധനം പൊള്ളി വരുന്നുണ്ട് ഇടുമ്പോൾ തന്നെ വേണ്ട. ഈ സാധനം പൊള്ളി വരുമ്പോൾ തന്നെ ഇടുമ്പോൾ പൊള്ളി വരുന്ന സാധനം കണ്ടോ? അതാണ് ഉമ്മയുടെ അടിപൊളി സ്പെഷ്യൽ സാധനം. തിന്നാനും അടിപൊളിയായിരിക്കും അല്ലേ മാ?
നോട്ടെ എന്താ പറയാൻ നോട്ടെ, കുറച്ച് പൊക്കി വിടാം, കുറച്ച് പൊക്കി പറഞ്ഞാൽ എന്തെങ്കിലും പറയാൻ നോട്ടെ. എന്താ ചിരിക്കണേ അതിനാ? അല്ല കാര്യം പറഞ്ഞതല്ലേ, കണ്ടില്ലേ ഉമ്മ നോക്കിയേ, നല്ല രീതിയിൽ കണ്ടില്ലേ, വീട്ടിൽ തന്നെ ഒരു സാധനം പൊങ്ങി വരുന്നുണ്ടാ. ആ പൊങ്ങി വരുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കണം അത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഭയങ്കര മോഹം നോട്ടെ, ചിരിക്കട്ടെപ്പോ, അത് ചിരിക്കണേ പറഞ്ഞങ്ങാണ്ട് പിന്നെ എന്നെ പറഞ്ഞ ഞാൻ ചിരിക്കാൻ എന്താ ചെയ്യുക, എന്നിട്ട് പറയും പൊന്തിക്കാണ് അതാണ് ഇതാണ് പറയുന്നങ്ങാണ്ട് പൊന്തിക്കാണ്. ഇല്ലെങ്കിൽ ആ പട്ടിനാവും ഗൈസ്. അല്ല ഉള്ളത് പോലെ പറയണല്ലോ, ഉള്ളത് നമ്മൾ ഉള്ളത് പോലെ പറയും. പക്ഷെ ഒരുപാട് നമുക്ക് ഇട്ടൊന്നും പറയാൻ പറ്റില്ല, ലാസ്റ്റ് അവസാനം പട്ടിനാവും. വേണം പോയി ഉണ്ടാക്കി കഴിച്ചോന്ന് പറയും അല്ലേ? ഇങ്ങനെ പറയും. അതെ പെണ്ണെട്ടി മക്കളൊക്കെ ആയില്ലേ, ഇനി വേണം പോയിട്ട് ഉണ്ടാക്കി കഴിച്ചോ, അല്ലെങ്കിൽ അതിന്റെ ഭാര്യ അടുത്ത് പോയി പറഞ്ഞാൽ പറയും. അപ്പൊ എന്തിനത് കേൾക്കാതെ നിൽക്കുന്നത്? അതിന്റെ എന്ത് ചെയ്യാ, ഒന്നാണ് കയറ്റി കൊടുത്താൽ ഇന്ന് മോട്ടറാക്കി വിട്ടാൽ കഴിഞ്ഞാല് ആള് തെറ്റാ. അതൊക്കെ ശരിയല്ലേ. ഇനി എന്തായാലും മരുമക്കള് പ്രസവിക്കാൻ പോയിക്കല്ലേ, വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ ഇരിക്കും, മരുമക്കൾ ഇതുപോലെ ഉണ്ടായിക്കൊടുത്തേ. അത്രേ ഉള്ളൂ, അതൊക്കെ അത്രേ ഉള്ളൂ കേട്ടോ, അതൊക്കെ അത്രേ ഉള്ളൂ, ഒന്നും പറയാനില്ല. അപ്പോൾ ഉമ്മ അതെന്തോ നോക്കട്ടെ, ചൂടാണല്ലോ. അത് കാണും ചൂടാ, സൂപ്പറാ, സെറ്റായിട്ടാ. അപ്പം നമ്മൾ ഉണ്ടാകില്ല, എൻ്റെ പണി എന്താ നോക്കാം നമുക്ക്. പണി ഇപ്പം എന്താ ഇപ്പം ഇതാക്കില്ലേ? ഓ ഷീറ്റ് ഫുള്ളും കച്ചറ, ഷീറ്റിൻ്റെ കളറിൻ്റെ ആരും കമൻ്റ് അടിക്കുന്നു കേട്ടാ. ഇത് മോളുണ്ടാവുക, ഷീറ്റിൻ്റെ കളർ കണ്ടിട്ട് ആൾക്കാർ കമൻ്റ് അടിക്കും. വേറെ ഷീറ്റൊന്നും കിട്ടിയില്ല എനിക്ക്. അപ്പോൾ നമ്മുടെ ഇത് മോള് ഭാഗത്താ, നമ്മുടെ പിള്ളേരൊക്കെ അടിപൊളിയായിട്ട് സെറ്റപ്പ് ആക്കിയിട്ട് ഒക്കെ പെട്ടെന്ന് ഒന്ന് പരിപാടി തീർത്തിട്ടാ അല്ലേ. ഈ ഷീറ്റിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. ചേട്ടാ ആകാംക്ഷയോടെ കാത്തിരിക്കാൻ പറ്റാ. ഹലോ, അപ്പോൾ അങ്ങനെ നമ്മളെ ഈ പറഞ്ഞ നോക്കിയേ ഫുള്ള് സെറ്റപ്പ് ഫുള്ള് ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി തീരെ ക്ലിയർ കുറവായിരുന്നു. അപ്പോൾ ഒരു ഏകദേശം വൈകിട്ടൊക്കെ ആയി. കാരണം വെച്ചാൽ ഇതിൽ ഷീറ്റ് തേഞ്ഞില്ല. അപ്പോൾ ഷീറ്റ് തേക്കാത്തതുകൊണ്ട് നേരത്തെ കഴിയേണ്ട പണിയാണ്. ഷീറ്റ് തേക്കാത്തതുകൊണ്ട് ഷീറ്റ് നമ്മൾ പോയി വീണ്ടും എടുത്ത് കൊടുന്ന് പിന്നെ രണ്ടാമത് കഴിഞ്ഞു. അപ്പോൾ രാത്രിയൊക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശരിക്കും വീഡിയോയും കാര്യമൊന്നും എടുക്കാൻ പറ്റിയില്ല, ക്ലിയർ കുറച്ച് കുറവൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതിന് അടിപൊളി സെറ്റപ്പായി. അപ്പോൾ ഉമ്മയും ഒക്കെ നമ്മുടെ കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്താ പറയാ, എല്ലാം കഴിഞ്ഞു പേടിച്ചാ? ആ പറഞ്ഞോ, കുറച്ച് ഉറക്കെ പറഞ്ഞോ കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞു, സീറ്റൊക്കെ മേഞ്ഞ് കഴിഞ്ഞു. സീറ്റൊക്കെ അടിച്ച് കഴിഞ്ഞു, അടിപൊളിയായി. പക്ഷേ ഇനി കുറച്ചും കൂടി ഉണ്ട്, കുറച്ചായിട്ട് നമുക്ക് ചെയ്യാം. അതെ. അപ്പോൾ ഇവിടെ ചെയ്തപ്പോൾ കോഴിക്കൂട്ടിനൊന്നും വെള്ളം നനയില്ല, നല്ല വൃത്തിയുണ്ട്, ഒന്ന് സേഫായി. അതെ, ഈ ഭാഗമൊക്കെ അടിപൊളിയാക്കി കഴിഞ്ഞാൽ ഏകദേശം കഴിഞ്ഞു. നമുക്ക് ഇനി ഇവിടെ ബേബി മെറ്റൽ ഇടാൻ വെച്ചിട്ടാണ് താഴത്ത് ഈ ഭാഗത്തല്ലേ. അപ്പൊ അതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെള്ളം കെട്ടി നിൽക്കുക, ചെളിപൊളി ആവുന്നില്ലല്ലോ. പിന്നെ ഷീറ്റ് ഇട്ട് ആ വൃത്തിക്ക് അങ്ങനെ കിടന്നോളൂ. ഇവിടെ പിന്നെ ആ വാഴയൊക്കെ ഒന്ന് എടുത്തൊന്ന് അടിപൊളിയാക്കാനുണ്ട്. ഈ കാണുന്ന പോലെ അല്ലേ, മാറ്റി നിരപ്പാക്കണം. പിന്നെ അതിൽ ഉമ്മാന്റെ ഇന്നലെ പറഞ്ഞ പോലെ ഉമ്മാന്റെ മുരിങ്ങയും പൂവും എന്നാലും ഒരു മുരിങ്ങയുടെ ചെടി വെച്ചാ വരുന്നില്ല. 30 രൂപ കൊടുത്ത് വാങ്ങിയതാണ്. ഇപ്പൊ കഷ്ടകാലത്തിന് 30 രൂപ കൊടുത്തൊരു ചെടി മേടിച്ചപ്പോ അതൊന്ന് പിടിച്ച് 2 ഇല വന്നു. അപ്പോഴേക്കും അത് പോകേണ്ടതായി. ഒരെണ്ണം വെച്ചാൽ ഒരു ചെറിയ കൊമ്പ് കൊണ്ട് വെച്ചാൽ വരുന്നില്ല. ചിലരൊന്നും മാന്തി വെച്ചാൽ വരും. ഇവിടെ എന്ത് ചെയ്താലും അത് സാധനം വരില്ല. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മോഡലുമാണ്. അത് കാരണമാണ് തോന്നുന്നുണ്ട് വരാത്തത്. ഇപ്പൊ ഒന്ന് വന്ന് ഇനിയിപ്പോ അത് പോയി. അപ്പൊ ഇനി നമ്മള് ഒരു ഇന്നലെ മുറിച്ചതില് ഒരു വാഴ, അത് അവൻ പറഞ്ഞിട്ടുണ്ടാവും, അതില് വാഴപ്പിണ്ടി കൊണ്ടുള്ള പരിപാടിയൊക്കെ ഉണ്ട്, അതൊക്കെ വരും. പിന്നെ അത് മാത്രല്ല ഇന്നലെ വൈകുന്നേരങ്ങളില് പെട്ടെന്ന് ഒരു ഷീറ്റ് തികയാണ്ടൊക്കെ ആയി 3.
എന്നിട്ട് ഷമീർ പോയിട്ട് ഈ പണിയെടുക്കുന്ന ചെക്കനുണ്ട്, അവനും പോയിട്ട് ഷീറ്റൊക്കെ കൊണ്ടുവന്ന് ഇതൊക്കെ ഷീറ്റ് അടിച്ച് ഇന്നലെ അവര് പോവാന്നൊരു 8-8:30 ഉണ്ടാവും അല്ലേ? ഫുള്ള് പണി കംപ്ലീറ്റ് ചെയ്തിട്ട് അവര് പോയത് കേട്ടോ. കുട്ടികളാണ്, നല്ല ചെറുക്കുള്ള കുട്ടികളാണ്. നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെ സീറ്റ് അടിക്കാന് കുട്ടികളെ ആവശ്യം ഉണ്ടെങ്കിൽ ആ കുട്ടികളെ വിളിച്ചോട്ടാ. നല്ല പണിയുള്ള കുട്ടികളാണ്, നല്ല ഉഷാറും പണിയില് നല്ല യഥാർത്ഥമുള്ള കുട്ടികളാണ്. അതെ, ഉമ്മ കണ്ടില്ലേ, ഉമ്മ അത്രത്തോളം പറയണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും. ഈ പണിയില് കള്ളത്തരം കാണിക്കുന്നവരെ തീരെ ഇഷ്ടമല്ല. പക്ഷെ ഈ കുട്ടികള് നമ്മളെ മക്കളെ പോലെ തന്നെ ഉള്ളൂ, നമ്മളെ മക്കളുടെയും താഴെയാവുള്ളൂ ആ കുട്ടികൾ. പക്ഷെ അടിപൊളിയായിട്ട് പണിയെടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും ആവശ്യക്കാർ ഇതുപോലെ സീറ്റ് അടിക്കാനുണ്ടെങ്കിൽ ആ കുട്ടിയുടെ നമ്പറൊക്കെ കൊടുത്തിട്ട് തോന്നുന്നുണ്ട്, നിങ്ങൾ വിളിച്ചോളെ. ഓക്കെ, നമ്പർ വേണമെങ്കിൽ ഞാൻ കൊടുക്കാം. കൊടുക്കാം. വേറെ കുറെ ഒത്തിരി സന്തോഷമായി ഉമ്മാക്കും നമുക്ക് എല്ലാവർക്കും ഷീറ്റിട്ടപ്പോ നമ്മള് വിചാരിച്ചിരുന്നില്ല പെട്ടെന്ന് ഇങ്ങനെ ആവും. ഇനിയൊരു ആഗ്രഹം കൂടി ഉണ്ട്, കുറച്ച് മുകളിലുണ്ട് ഒരു ഭാഗം, മോൻ ചീത്തറിയും കണ്ടാല്. പിന്നെ ഒരു ഭാഗമുണ്ട്, പിന്നെ വണ്ടി വെക്കാന് അവിടെ കുറച്ച് സീറ്റ് അടിക്കണം. ഇൻഷാല്ലാ അല്ലാഹു സാധിച്ചു തരട്ടെ, നമുക്ക് ചെയ്യാം. കാശുണ്ടെങ്കിൽ ചെയ്യാം. അപ്പൊ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നമ്മളിനിപ്പോ ഞങ്ങൾ രണ്ടുപേരും ആശുപത്രിക്കൊന്നും പോവാണ്, ഒന്നുമില്ല, ഷുഗർ ചെക്ക് ചെയ്തിരുന്നു, അതിന്റെ മരുന്ന് വാങ്ങിക്കണം, മക്കളുടെ ഷുഗർ അങ്ങനെ കാണിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ പോകാണ്ട് നിൽക്കുക. മോന്റെ കൈ ഇവിടെ കൈക്കോട്ടെടുത്ത് വെട്ടുമ്പോ കൊറേ നാളായി. എനിക്കിപ്പോ ഷുഗർ വാങ്ങാന് മോനെ പറഞ്ഞാൽ മതി, പക്ഷെ അവൻ കൂട്ടാക്കൂല, മരുന്ന് മേടിച്ചിട്ട് കൊണ്ടാണ്ട് വരും. അപ്പൊ മോന്റെ കൈ ഒന്ന് കാണിക്കണം, ചിലപ്പോ എക്സ്റേ ഒക്കെ എടുക്കാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ എടുക്കണം. നമ്മ പോയില്ലെങ്കിൽ അത് ചിലപ്പോ കൂട്ടാക്കൂല. മരുന്ന് വാങ്ങിച്ചിട്ട് വല്ലാണ്ട് വരും. അപ്പൊ കയ്യിന്റെ ഇവിടെ കൊറേ നാളായി പ്ലാവ് വെട്ടി കത്തിച്ച് കഴിഞ്ഞു, എന്നാലും കുട്ടിയുടെ കൈയിന്റെ ഉള്ളിൽ വേദന ഉണ്ട്, നീരുണ്ട്. അപ്പൊ അതൊന്ന് കാണിക്കണം, അതിനായിട്ടാണ് ഇപ്പൊ പോണേ, അല്ലെങ്കിൽ അവൻ പോയാ മതി. അപ്പൊ അത് പോയി കാണിച്ചിട്ട് വരാം. അടുത്ത വീഡിയോ ഇതുപോലൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഉമ്മയുടെ വിശേഷങ്ങളെല്ലാം ഇതൊക്കെയാണ് ഉമ്മയുടെ ഇക്കടെ വിശേഷങ്ങൾ കേട്ടോ. പിന്നെ അപ്പോൾ അങ്ങനെ, അപ്പോൾ പിന്നെ ഇൻഷാല്ലാ വരടെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിൽ റാഹത്തായിട്ടുണ്ട്. നമ്മളിത് കെട്ടിയതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ വെള്ളം ഒട്ടും ആവില്ല കേട്ടോ. ആ ഒരു കാര്യത്തിൽ നമുക്കിനി സെറ്റായിട്ടുണ്ട്. ഇനി 1-2 സ്ഥലം കൂടി ഒന്ന് സെറ്റാക്കാനുള്ളൂ, ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് ഫുള്ളും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പയ്യന്മാരുണ്ടല്ലോ, നമ്മുടെ നല്ല അടിപൊളി ചെക്കന്മാരാണ് കേട്ടോ. നല്ല പെട്ടെന്ന് നല്ല രീതിയിൽ വർക്ക് എടുത്തിട്ട് സൂപ്പറാക്കി തരുമാര്. അപ്പോൾ അതിനെ ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാടത്തോ എവിടെ ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ വേണമെങ്കിൽ താഴെ വേണം നമ്പർ ഞാൻ കൊടുക്കാം, അപ്പോൾ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. അവർ ഒറ്റ ദിവസം കൊണ്ടോ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവർ പെട്ടെന്ന് ചെയ്ത്, ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് തീരുന്ന പരിപാടിയാണ്. ഷീറ്റ് തയ്ക്കാത്തതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കുറച്ച് ഒരു വൈകിട്ടായത്. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇൻഷാല്ലാ അപ്പം അടുത്തൊരു വീഡിയോസ് ആയിട്ട് നമുക്ക് പിന്നെ വരാം. പിന്നെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പോൾ ശരി, ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോസ് ആയിട്ട് പിന്നെ വരാം. ഓക്കെ, ബൈ ബൈ.